ഡിയേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത് നിങ്ങളിൽ ഓവുലേഷൻ നടക്കുന്നില്ല എങ്കിൽ ഉണ്ടാകുന്ന 3 ലക്ഷണങ്ങളെ പറ്റിയിട്ടാണ്. ഓവുലേഷൻ ഉണ്ടാകുന്നില്ല എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് നമുക്ക് പീരിയഡ്സ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ പീരിയഡ്സ് നമുക്ക് വരുന്നുണ്ടെങ്കിലോ ഒക്കെ ഓവുലേഷൻ കൃത്യമായിട്ട് നടന്നു കൊള്ളണമെന്നില്ല. അങ്ങനെ പീരിയഡ്സ് റെഗുലറായിട്ടും അല്ലെങ്കിൽ പീരിയഡ്സ് ഏകദേശം ഇറഗുലറായിട്ട് പോയിട്ടും നോർമലായിട്ട് ഓവുലേഷൻ നടക്കാതിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ശരീരം നമുക്ക് കുറച്ച് പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ കാണിച്ചു തരും. ഈ ലക്ഷണങ്ങൾ നിങ്ങളുടെ പീരിയഡ് സൈക്കിളിൽ നിങ്ങൾക്ക് കാണുന്നുണ്ട്, നിങ്ങളുടെ മെൻസ്ട്രൽ സൈക്കിളിൽ ആ ഓവുലേഷൻ നടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ഓവുലേഷൻ ടെസ്റ്റ് കിറ്റ് ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഓവുലേഷൻ നടക്കുന്നുണ്ടോ എന്നുള്ളത്. അങ്ങനെ നടക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ഉടനടി തന്നെ ഡോക്ടറെ കാണേണ്ടതും അത്യാവശ്യമാണ്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സാധാരണയായിട്ട് നമുക്ക് ഓവുലേഷൻ ഉണ്ടാകുന്നത് നമ്മുടെ ഒരു പീരിയഡ്സ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 14-മത്തെയോ 15-മത്തെയോ 16-മത്തെയോ ഒക്കെ ദിവസമായിരിക്കും നമുക്ക് ഓവുലേഷൻ ഉണ്ടാകുന്നത്. ഓവുലേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ഏതെങ്കിലും ഒരു അണ്ഡാശയത്തിൽ നിന്ന് മൂപ്പെത്തിയിട്ടുള്ള ഒരു അണ്ഡം പുറത്തേക്ക് വരുന്നതിനെയാണ് ഓവുലേഷൻ എന്നൊരു ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ഓവുലേഷൻ നടക്കുന്ന സമയത്ത് ആ ഓവുലേഷൻ നടന്ന് അണ്ഡം പൊട്ടി നമ്മുടെ ശരീരത്തിലേക്ക് വന്നു, നമ്മുടെ ഫലോപ്പിയൻ ട്യൂബ് അത് ആഗിരണം ചെയ്ത് ആ ഒരു സമയത്ത് ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്ത് ശരീരത്തിലോട്ട് എത്തുന്ന സ്പേം സെൽസ് അതുമായിട്ട് ചേർന്ന് ഫെർട്ടിലൈസേഷൻ നടന്നിട്ടാണ് ഫെർട്ടിലൈസേഷന് ശേഷം നമ്മുടെ യൂട്രസിൽ വന്നിട്ട് അത് ഇംപ്ലാന്റ് ആകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഇംപ്ലാന്റേഷൻ നടന്നു കഴിഞ്ഞിട്ട് ഇംപ്ലാന്റേഷൻ ഫെയിൽ ആവുകയാണെങ്കിൽ നമുക്ക് പീരിയഡ്സ് ഉണ്ടാകും, അല്ലെങ്കിൽ ഇംപ്ലാന്റേഷൻ സക്സസ്ഫുൾ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പ്രഗ്നൻസി കൺഫേം ചെയ്യാനായിട്ടും സാധിക്കും. അപ്പോൾ എപ്പോഴും പീരിയഡ്സ് വന്നു എന്നുള്ളത് കൊണ്ടിട്ട് നമുക്ക് ഓവുലേഷൻ നടക്കുന്നുണ്ട് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. സാധാരണയായിട്ട് പീരിയഡ്സ് ഉണ്ടെങ്കിൽ കൂടി തന്നെയും ഓവുലേഷൻ നടക്കാത്ത ഒരുപാട് പേരുണ്ട്. അത് അവർക്കുണ്ടാകുന്ന ആദ്യത്തെ ലക്ഷണം എന്ന് പറയുന്നത് ഇറഗുലർ സൈക്കിളാണ്. ഇറഗുലർ സൈക്കിൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പീരിയഡ്സ് ആകുന്ന ഡേറ്റ് ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, വളരെ ഇറഗുലർ. ഒരു മാസം ചിലപ്പോൾ 32 ആണെങ്കിൽ അടുത്ത മാസം 38 ആയിരിക്കും, അതിനടുത്ത മാസം 40 അല്ലെങ്കിൽ 50 ദിവസം കഴിഞ്ഞിട്ട് പീരിയഡ്സ് ആകുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും നമുക്ക് എക്സാക്റ്റ് ആയിട്ടുള്ളൊരു ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാൻ പറ്റാതെ വരികയും ചിലവരിലൊക്കെ ഓവുലേഷൻ നടക്കാതിരിക്കുകയും ഒക്കെ ചെയ്യുന്നു. അതുപോലെ തന്നെ 21 ദിവസത്തിന് മുൻപൊക്കെ നമുക്ക് പീരിയഡ്സ് ആകുന്നുണ്ട് എങ്കിൽ സാധാരണ PCOD ഉള്ള സ്ത്രീകളിലെല്ലാം പീരിയഡ്സ് ആയിട്ട് ഒരു 14-മത്തെ ദിവസമോ 15-മത്തെ ദിവസമോ ഒക്കെ കഴിയുമ്പോഴേക്കും വീണ്ടും പീരിയഡ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് കണ്ടുവരാറുണ്ട്. ഇങ്ങനെ ഉണ്ടാകുന്നവരിലും ഓവുലേഷൻ നടക്കാറില്ല. അപ്പോൾ നമുക്ക് ഇറഗുലർ ആയിട്ടുള്ള സൈക്കിൾ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 35 ദിവസത്തിനൊക്കെ മുകളിലോട്ട് നമുക്ക് സൈക്കിൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 21 ദിവസത്തിന് മുൻപ് നമ്മളുടെ സൈക്കിൾ ഒന്ന് ചുരുങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാലോ നമുക്ക് അവിടെ ഓവുലേഷൻ നടക്കുന്നില്ല എന്ന് അനുമാനിക്കേണ്ടതായിട്ട് വരും. നോർമലായിട്ടുള്ളൊരു മെൻസ്ട്രൽ സൈക്കിൾ 21-നും 35-നും ഇടയ്ക്കുള്ളൊരു മെൻസ്ട്രൽ സൈക്കിളിൻ്റെ ലെങ്ത് ആയിരിക്കും നമുക്ക് നോർമലാണ് എന്ന് പറയാനായിട്ട് സാധിക്കുന്നത്. 21-ന് മുമ്പോ 35-ന് ശേഷമോ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിനെ നോർമലായിട്ട് കാണാൻ പറ്റില്ല, അവിടെ ഓവുലേഷൻ ഉണ്ടാകുന്നുണ്ട് എന്ന് നമുക്ക് അനുമാനിക്കാനും സാധിക്കില്ല. രണ്ടാമതായിട്ട് ഓവുലേഷൻ നടക്കാതിരിക്കുമ്പോൾ വരുന്ന ഒരു ലക്ഷണമാണ് നമുക്ക് പീരിയഡ്സിൻ്റെ ബ്ലഡ് കുറയുന്നതായിട്ട് തോന്നുന്നത്. സാധാരണ മെൻസ്ട്രൽ സൈക്കിളിൽ നമുക്ക് നോർമലായിട്ട് ബ്ലഡ് പോകുന്നതാണ്. 2 ദിവസം 3 ദിവസമൊക്കെ നമുക്ക് നോർമലായിട്ട് ബ്ലീഡിങ് ഉണ്ടാകും. അതിനുശേഷം 3 ദിവസം കഴിഞ്ഞിട്ട് ഗ്രാജുവലി ബ്ലീഡിങ് സ്റ്റോപ്പ് ആവുകയും കുറഞ്ഞു വന്നിട്ട് പീരിയഡ്സിൻ്റെ ആ ബ്ലീഡിങ് അവസാനിക്കുകയാണ് ചെയ്യാറ്. പക്ഷേ പെട്ടെന്ന് നമുക്ക് ഓൾ ഓഫ് എ സഡൻ ആയിട്ട് നമുക്ക് ബ്ലീഡിങ് കുറയുന്നു, ഒട്ടും തന്നെ ബ്ലീഡിങ് കാണുന്നില്ല. ഫസ്റ്റ് ദിവസമൊക്കെ ജസ്റ്റ് സ്പോട്ടിങ് പോലെയോ അല്ലെങ്കിൽ വളരെ കുറച്ച് ബ്ലീഡിങ് പോലെയോ കാണുന്നുള്ളൂ. പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിലെല്ലാം മെൻസ്ട്രേഷൻ ആയി എന്നുള്ള തരത്തിലുള്ള ഒരു ബ്ലീഡിങ് നമുക്ക് ഉണ്ടാകുന്നില്ല എങ്കിൽ അതിനർത്ഥം നമ്മളവിടെ മനസ്സിലാക്കേണ്ടത് നമുക്കവിടെ ഓവുലേഷൻ നടക്കുന്നില്ല എന്നതാണ്. ഓവുലേഷൻ നടക്കുന്നില്ലെങ്കിലോ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും നമുക്ക് ബ്ലഡിന് കുറവുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ നമുക്കുണ്ടെങ്കിലോ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് പീരിയഡ്സിലെ ബ്ലഡ് പോകുന്നത് കുറയാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്നായിട്ട് ബ്ലീഡിങ് കുറയുന്നുണ്ട്, ബ്ലഡ് പോകുന്നതിൻ്റെ അളവ് കുറയുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, ചിലപ്പോൾ അത് ഓവുലേഷൻ നടക്കാത്തതിൻ്റെ ആവാം. മൂന്നാമതായിട്ട് നമുക്കുണ്ടാകുന്നത് ഓവുലേഷൻ്റേതായിട്ടുള്ള ഒരു ലക്ഷണങ്ങളും ഇല്ലാതെ വരിക. ഓവുലേഷൻ്റേതായിട്ടുള്ള ലക്ഷണങ്ങൾ എന്ന് പറയുമ്പോഴേക്കും ഞാൻ ഓൾറെഡി നമ്മുടെ ചാനലിൽ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഓവുലേഷൻ നടക്കുന്ന സമയത്ത് സ്ത്രീകളിൽ ഉണ്ടാകുന്ന 10 ലക്ഷണങ്ങളെ പറ്റിയിട്ട്. ഈ 10 ലക്ഷണങ്ങളിൽ ഒന്നുപോലും നിങ്ങൾക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല എങ്കിൽ, അതായത് ഈ ലക്ഷണങ്ങൾ ഞാൻ ഒന്നുകൂടി പറയാം.
നമുക്ക് ഏറ്റവും കൂടുതൽ സ്ത്രീകളിൽ ഉണ്ടാകുന്ന ഒരു ഓവുലേഷൻ്റെ ഒരു ലക്ഷണമാണ് നമുക്ക് ആ ഒരു സമയത്ത് വജൈനയിൽ നിന്നും സെർവിക്കൽ മ്യൂക്കസ് ഉണ്ടാവുന്നത്. ഈ സെർവിക്കൽ മ്യൂക്കസ് പച്ചമുട്ടയുടെ വെള്ള പോലെയുള്ള സെർവിക്കൽ മ്യൂക്കസ് ആയിരിക്കും നമുക്ക് ഉണ്ടാകുന്നത്. ഈ സെർവിക്കൽ മ്യൂക്കസിനെ നമുക്ക് വലിച്ചു നീട്ടാനായിട്ട് സാധിക്കും. നമ്മുടെ യോനിയിൽ നിന്ന് വരുന്ന ഒരു സ്രവമാണ് ഈ സെർവിക്കൽ മ്യൂക്കസ് എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് നമുക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ആ ഒരു ഓവുലേഷൻ സമയത്തായിരിക്കും ഇങ്ങനെ പച്ചമുട്ടയുടെ വെള്ള പോലെയുള്ള ഡിസ്ചാർജ് നമുക്ക് കാണുന്നത്. ഈ ഒരു ഡിസ്ചാർജ് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളോട് ഫിസിക്കൽ കോൺടാക്റ്റ് നിങ്ങൾ ചെയ്തോളൂ എന്ന് നമ്മുടെ ശരീരം കാണിച്ചു തരുന്ന ഒരു ലക്ഷണമാണ് ഈ ഒരു ഡിസ്ചാർജ് എന്ന് പറയുന്നത്. ഇത് നമുക്കില്ല, നമുക്ക് പെട്ടെന്ന് നമുക്ക് അവസാനിച്ചു പോകുന്നു. അതല്ലെങ്കിൽ നമുക്ക് ആ സമയത്ത് ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യാനായിട്ട് സ്ത്രീകളിൽ താല്പര്യം കൂടി വരും. ആ ഒരു ഇൻട്രസ്റ്റ് നമുക്ക് ഉണ്ടാകുന്നില്ല. നമ്മുടെ ബ്രസ്റ്റിൽ പെയിൻ ഉണ്ടാകും, ആ ലക്ഷണങ്ങൾ നമുക്ക് വരുന്നില്ല. അബ്ഡോമൻ ഭാഗത്ത് നമുക്ക് വേദന ഉണ്ടാകും. ഒന്നുകിൽ ലെഫ്റ്റ് സൈഡിലോ അല്ലെങ്കിൽ റൈറ്റ് സൈഡിലോ നമുക്ക് വേദന അനുഭവപ്പെടും. ഈ വേദനയും നമുക്കില്ല. ഇത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളും ഒരു ഓവുലേഷൻ ലക്ഷണങ്ങളും നമുക്ക് വരുന്നില്ല. നമ്മുടെ ടെമ്പറേച്ചറിൽ വ്യത്യാസം വരുന്നില്ല. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ അത് നമുക്ക് ചിലപ്പോൾ ഓവുലേഷൻ നടക്കാത്തത് കൊണ്ടും വരാം. അപ്പോൾ അങ്ങനെയുള്ള ലക്ഷണങ്ങളൊന്നും നിങ്ങൾക്ക് വരുന്നില്ല എങ്കിൽ ഓവുലേഷൻ ഡേറ്റ് നമ്മൾ തന്നെ മാനുവലി ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം ഒരു ഓവുലേഷൻ ടെസ്റ്റ് കിറ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. ആ ടെസ്റ്റിൽ 2 ലൈനും കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനർത്ഥം ഓവുലേഷൻ നടക്കാറായി എന്നുള്ളതാണ്. അങ്ങനെ ലക്ഷണങ്ങളൊന്നും ഇല്ലാത്തവർക്ക് അങ്ങനെ ചെയ്തിട്ടും ഓവുലേഷൻ നടക്കുന്നില്ലയോ എന്ന് മനസ്സിലാക്കാം. ആ സമയത്ത് നമുക്ക് ഓവുലേഷൻ നെഗറ്റീവാണ് കിട്ടുന്നതെങ്കിൽ, ഓവുലേഷൻ നടക്കുന്നില്ല എന്ന് കാണുന്നുണ്ടെങ്കിൽ, ഈ 2 ലക്ഷണങ്ങളും ഒക്കെ നമുക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉടനടി ഒരു ഗൈനക്കോളജിസ്റ്റിനെ പോയി കാണണം. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണോ, എഗ്ഗിൻ്റെ റിസർവ് കുറയുന്നത് കൊണ്ടാണോ, അല്ലെങ്കിൽ നമുക്ക് ഓൾറെഡി ആ ഒരു സിറ്റുവേഷൻ ചിലപ്പോൾ നമുക്ക് ആ ഒരു പ്രിമച്വറായിട്ട് നമുക്ക് ആ ഓവുലേഷൻ നടക്കുന്നത് ഫെയിലായി പോയതാണോ, അങ്ങനെയുള്ള കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കണം. അതിനുശേഷം ഒരു സ്കാനിങ്ങിലൂടെയോ അല്ലെങ്കിൽ ഒരു AMH ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നതിലൂടെയോ നമുക്ക് നമ്മുടെ എഗ്ഗിൻ്റെ റിസർവ് കുറഞ്ഞിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യുക. ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ശരീരം ഒന്ന് ശ്രദ്ധിക്കുക. ഉടനെ തന്നെ ഡോക്ടറെ പോയി കാണുക. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.